നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒമാനിൽ ശക്തമായ മഴ തുടരുകയാണ്. രാജ്യത്തെ ഭൂരിഭാഗം ഗവർണറേറ്റുകളിലും മഴ തുടരുക തന്നെയാണ്. ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ മഴ പെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ സംബന്ധിച്ച വിവരങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. GCC രാജ്യങ്ങളിൽ ചിലയിടത്ത് ശക്തമായ മഴ തന്നെയാണ് പെയ്യുന്നത്. അതേസമയം ചില പ്രദേശങ്ങളിൽ മഴയ്ക്ക് ശമനവുമുണ്ട്. UAE-യിൽ മഴയ്ക്ക് കുറവുണ്ട് എന്നാണ് ഉച്ചയ്ക്ക് ശേഷം വരുന്ന വാർത്തകൾ. എന്നാൽ പുലർച്ചെ മുതൽ കനത്ത മഴയും ഇടിവെട്ടലും ഉണ്ടായിരുന്നു. ന്യൂനമർദ്ദമാണ് ഒമാനിൽ മഴ ശക്തമാകാൻ കാരണമായി പറയപ്പെടുന്നത്. മിക്ക ഗവർണറേറ്റുകളിലും മഴ ലഭിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി 10 മണിവരെ ചിലയിടങ്ങളിൽ ശക്തമായ മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. വെള്ളക്കെട്ടുകൾ പല ഭാഗങ്ങളിലും രൂപപ്പെട്ടിട്ടുള്ളതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. വെള്ളക്കെട്ടുകൾ മുറിച്ചുകടക്കാൻ ശ്രമിക്കരുത് എന്നാണ് നിർദ്ദേശം. ഒമാനിൽ നിന്ന് UAE-യിലേക്കുള്ള ബസ് സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു. ദോഫാർ ഗവർണറേറ്റിൽ ശക്തമായ മഴ ലഭിച്ചിട്ടുണ്ട്. അൽ ബുറൈമി, നോർത്ത് അൽബത്തിന, സൌത്ത് അൽബത്തിന, മസ്കറ്റ്, അൽ ദാഖിലിയ, നോർത്ത് അൽ ഷർഖിയ, ദോഫാർ ഗവർണറേറ്റുകളിൽ വ്യാഴാഴ്ച രാത്രി വരെ ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയും കാറ്റും ആലിപ്പഴ വർഷവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. മുസന്തം, അൽവുസ്ത, സൌത്ത് അൽ ഷർഖിയ ഗവർണറേറ്റുകളിൽ വിവിധ തീവ്രതകളിൽ മഴ പെയ്യുമെന്നാണ് അറിയിപ്പ്. മണിക്കൂറിൽ 28 മുതൽ 90 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട്. കനത്ത മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള സ്ഥലങ്ങൾ സംബന്ധിച്ചും സിവിൽ ഏവിയേഷൻ അറിയിപ്പിലുണ്ട്. മുസന്തം, സൌത്ത് അൽ ഷർഖിയ, അൽവുസ്ത എന്നിവിടങ്ങളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത്. എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിക്കണമെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. മഴയോടൊപ്പം ശക്തമായ കാറ്റും ഇടിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതോടെ ഉൾപ്രദേശങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഉച്ചയോടെയാണ് കൂടുതൽ ഭാഗങ്ങളിലേക്ക് മഴ വ്യാപിച്ചിട്ടുള്ളത്. മിക്ക ഗവർണറേറ്റുകളിലും സ്കൂളുകൾ ഓൺലൈൻ പഠനത്തിലേക്ക് മാറി. മുവസലാത്ത് ഇന്റർസിറ്റി ബസ് സർവീസ് ചില റൂട്ടുകളിൽ നിർത്തിവെച്ചു. ഏതൊക്കെ റൂട്ടുകളിലാണ് നിർത്തിയത്, എപ്പോൾ പുനരാരംഭിക്കും എന്നീ വിവരങ്ങൾ കമ്പനിയുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ അറിയിക്കുമെന്ന് അധികൃതർ പറഞ്ഞിട്ടുണ്ട്. റാസൽ ഖൈമയിലെ ഒരു റോഡിന്റെ ചില ഭാഗങ്ങൾ തകർന്നു. എമിറേറ്റ്സ് റോഡിലേക്കുള്ള തെരുവിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതായും റിപ്പോർട്ടുണ്ട്. ദുബായിൽ ഡ്രൈവിംഗ് ക്ലാസുകളും ടെസ്റ്റുകളും ഇന്ന് റദ്ദാക്കിയിരുന്നു. ഓറഞ്ച് അലർട്ട് ചില ഭാഗങ്ങളിൽ കൂടി നിലനിൽക്കുന്നുണ്ട്. UAE-യിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഉടൻ തന്നെ ഇവ നീക്കാനുള്ള ശ്രമം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഷാർജയിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നിരവധി വാട്ടർ ടാങ്കറുകൾ ശ്രമിക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ദുബായിൽ നിന്നുള്ള ചില വിമാന സർവീസ് റദ്ദാക്കിയിട്ടുണ്ട്. മെയ് 2-ന് ദുബായിലേക്ക് വരാനുള്ളതും ദുബായിൽ നിന്ന് പുറപ്പെടേണ്ടതുമായ നിരവധി വിമാനങ്ങൾ റദ്ദാക്കുകയോ വൈകുകയോ ചെയ്തിട്ടുണ്ട് എന്ന് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് വക്താവ് അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ മൊത്തം 13 വിമാനങ്ങൾ റദ്ദാക്കിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇൻബൌണ്ട് ചെയ്യുന്ന 5 വിമാനങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് വഴി തിരിച്ചുവിടുകയും ചെയ്തു. അവശ്യ സേവനങ്ങൾ നൽകുന്ന വകുപ്പുകൾ ഒഴികെ സർക്കാർ സ്വകാര്യ മേഖലകളിലെ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിച്ചു. വെള്ളം കുത്തിയൊഴുകിയെത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ റോഡുകൾ അടച്ചിട്ടുണ്ട്. വെള്ളക്കെട്ടിന് സാധ്യതയുള്ള സ്ഥലങ്ങളിലും ഡാമുകളുടെ സമീപത്തും പ്രവേശനം അനുവദിക്കില്ല. മുൻകരുതൽ എന്ന നിലയിൽ ദുബായ് മുനിസിപ്പാലിറ്റി ബീച്ചുകൾ, പബ്ലിക് പാർക്കുകൾ, തുറസായ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ പ്രവേശനം വിലക്കിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകൾ ഇവയാണ്: ദുബായ് പോലീസ് എമർജൻസി 999, ദുബായ് പോലീസ് നോൺ എമർജൻസി 901, സിവിൽ ഡിഫൻസ് 997, ദുബായ് ആംബുലൻസ് 998, ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി 991, ദുബായ് ഹെൽത്ത് 80060, ദുബായ് മുനിസിപ്പാലിറ്റി 8009000, റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി 8009090. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.